ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റ് വന്ന് അവരെല്ലാം കിടന്ന് ഉറക്കമാണ്. ഞാൻ രാവിലെ എണീറ്റ് വന്ന് ഇന്ന് ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നത്. പച്ച ഏത്തയ്ക്ക നമുക്കിന്ന് വേവിച്ച് നോക്കാം. കപ്പയൊക്കെ വേവിക്കത്തില്ലേ, ഇത് ശരിക്കും ഞാൻ പറയാം, ഇത് നമുക്ക് എന്താ ഷുഗറൊക്കെ ഉള്ളവർക്കൊന്ന് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പയൊക്കെ ഷുഗർ ഉള്ളവരങ്ങനെ കഴിക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന നല്ല ബെസ്റ്റ് ഒരു ഫുഡാണ് കേട്ടോ. അപ്പം പച്ച ഏത്തയ്ക്ക നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ. കുറച്ചെടുത്ത് അതൊന്ന് പൊളിച്ച് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞിടണം. ഇട്ടിട്ട് ഇത് ചെറിയൊരു കനത്തിന്, അതായത് നമ്മുടെ ഒരു പരുവത്തിന്, നമുക്കറിയാമല്ലോ ഏത്തയ്ക്കാണെങ്കിൽ കപ്പയുടെ കൂട്ടല്ല, പെട്ടെന്ന് ഇച്ചിരി കൂടെ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് നമ്മൾ ഇടണം. അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കറ ഇങ്ങനെ പൊങ്ങി, ഇതിന് കറയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്നുണ്ട് ഈ കറയുടെ ചൊവ ഇങ്ങനെ ചെയ്ത് നിൽക്കും. അല്ലാതെ എത്ര കഴിയാലും ഇങ്ങനെ നിൽക്കും. അതായത് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ ആ കറ ഇങ്ങനെ പൊങ്ങി കിടക്കും. പിന്നെ നമ്മളൊരു 3-4 വട്ടം കൂടെ കഴുകി കഴിയുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും ആ കറയുടെ ഒരു ചൊവയും വരത്തില്ല. എന്നിട്ടത് 4ആയിട്ട് കീറുവോ എത്രയായിട്ടെന്ന് വെച്ചാൽ കീറി ഒരു പരുവത്തിന് നമ്മളത് അതെല്ലാം കൂടെ അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ, ഒത്തിരി നേരം ഒന്നും ഇടണ്ട, വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ട. ചിലതിന് വലിയ കറ കാണത്തില്ലേ, ചിലതിന് നല്ലപോലെ കറ കാണും. ഇത് നാടൻ കായാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം എന്തേ കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പേ വെക്കണം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്ത് അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചെറിയ ചൂടായി വരുമ്പോഴത്തേന് ഏത്തയ്ക്ക ഇട്ടാൽ മതി. വെട്ടമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. വെളുപ്പിന് എണീറ്റതായിരുന്നു. ഇത് നന്നായിട്ട് വെട്ടമൊക്കെ വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് മീൻ മേടിച്ചായിരുന്നു ഇന്നലെ. അപ്പം നല്ല മീൻ വല്ലതും മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് കട അടച്ചായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് കിളിമീനും അയലയും മത്തിയുമായിരുന്നു. ഇത് കിളിമീൻ വറക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു. അപ്പം ഞാനിത് കുഴച്ച് വെക്കുന്നുണ്ട്. എന്നാൽ ഒരു ശകലം എടുത്ത് കറി വെക്കാമെന്ന് ഓർത്ത് ഒരു കുറച്ച് കിളിമീൻ എടുത്തു. വലിയ കുഴപ്പമില്ല. എന്നാൽ കിളിമീൻ അങ്ങനെ നമുക്ക് കറി വെക്കുമ്പോഴത്തേനും ഒത്തിരി തിളയ്ക്കുമ്പോഴത്തേനും ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വറക്കാനാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലത്. കുറച്ച് മീനേ ഉള്ളൂ വലുത്, കൂടുതലും ചെറുതാണ്. പിന്നെ മീനൊക്കെ വെട്ടി ഇത് വെച്ചപ്പോഴത്തേന് ഏത്തയ്ക്ക അതിൻ്റെ വെള്ളം ഇതായി വന്നിട്ടുണ്ട്. ഞാനപ്പോഴത്തേന് ഏത്തയ്ക്ക കഴുകി വാരി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഉപ്പൊന്നും ഇടണ്ട അതിനകത്ത്. നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ശക്കല മഞ്ഞപ്പൊടി ഒന്നിട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വെന്തും കിട്ടും, നല്ലൊരു കളറും വരും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന്. അപ്പോൾ മീനൊക്കെ വെട്ടിയെടുത്തത് മകള് വന്നിട്ടുണ്ട്. മകളാതെ ഉപ്പിട്ട് തരുന്നത്. ഞാൻ മീനൊക്കെ അത് ചെയ്ത് കഴുകി. അപ്പോൾ ഇത് കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. സാധാരണ ഈ തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇതിന് തേങ്ങ അരച്ചേക്കുന്നത് കൊണ്ട് ഏത്തയ്ക്ക തേങ്ങ അരച്ചല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് തേങ്ങ അരച്ച് വെച്ചാൽ അന്നേരം ആ ഒരു ടേസ്റ്റ്. ഇത് കുടംപുളി ഇട്ട് വെക്കാൻ നോക്കാം. അപ്പം ചട്ടിയൊക്കെ വെച്ചത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഉലുവ, ചിലർ കടുക് പൊട്ടിക്കാറുണ്ട്. ഞാൻ കടുക് പൊട്ടിക്കാറില്ല. ഉലുവ പൊട്ടിച്ചിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഏത്തയ്ക്ക നോക്കിക്ക് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം എണ്ണയും ചൂടായി. അത്ര കണ്ട് ചൂടായി, ചട്ടി നല്ലപോലെ ചൂടായി. പക്ഷെ എണ്ണ അത്ര കണ്ട് ചൂടായില്ല. അതുകൊണ്ട് ഇട്ടുടനെ ഉലുവായിട്ട് അത്ര പൊട്ടിയില്ല. ഉലുവ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാൻ ഇച്ചിരി സവോളയും പച്ചമുളകും കൂടെ കീറി, സവോള നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് പച്ചമുളക് കീറി ഇട്ട് വെക്കാറുണ്ട്. ഓരോ രീതി വെക്കാറുണ്ട്. മീന് പല രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സവോളയും കീറിയിട്ടിട്ടുണ്ട്, പച്ചമുളകും കൂടെ കീറി ഇട്ട് അങ്ങനെ ഇത് ചെയ്യാൻ. എന്നിട്ട് കുടംപുളി ഇട്ട് വെക്കാവുന്നത്. എന്നിട്ട് ഇതേ ചെറുതായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അതൊന്ന് ഇത് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കീറിയിട്ട പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഒത്തിരി കണ്ണുമാലിട്ടങ്ങ് മൂപ്പിക്കുകയോ അങ്ങനൊന്നും വേണ്ട. ഒന്ന് വഴന്ന് വന്നാൽ മതി. എല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മൾ അതിടാവും, അല്ലെങ്കിൽ പച്ച ചുവയ്ക്ക് വേണ്ടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് പിന്നെ പൊടികൾ ഇടണം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല. പുള്ളിക്ക് അത്ര വലിയ ഇഷ്ടമല്ല മല്ലിപ്പൊടി ഇട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ആ വെള്ളത്തിലിട്ട് ചേരുന്ന കുടംപുളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഇതൊന്ന് പിന്നെ കുടംപുളിയോട് ഇട്ട് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളി ഇറങ്ങും. അല്ലെങ്കിൽ പുളി ഇറങ്ങും, എന്നാലും കുടംപുളിയോട് ഇട്ട് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്.
അപ്പോൾ അതുമിട്ട് ടേസ്റ്റ് ഇത് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇതാ ചാറാക്കിയിട്ടുണ്ട്. ഇനി മീൻ ചട്ടി വെച്ച് അതിനകത്തോട്ട് മീൻ എടുത്തിട്ടിട്ട് ഈ പിന്നെ ചാറും കൂടെ ഒഴിച്ച് ഇനി അത് നമുക്ക് അടച്ച് അവിടെ സ്വസ്ഥമായിട്ട് വെക്കാം. അപ്പോൾ ഇത് മീൻകറി എന്ന് ഇതായി വരുമ്പോഴത്തേന് നമുക്ക് അതെ തിളവൊക്കെ വന്നു. അപ്പോഴത്തേന് നമുക്ക് കപ്പയ്ക്കുള്ളത് നോക്കാം. അപ്പോൾ കപ്പയ്ക്കുള്ളത് പറഞ്ഞാൽ കറിവേപ്പിലയും തേങ്ങായും മീൻ വെന്ത് വന്നു. ഞാൻ കറിവേപ്പില വെച്ച് അത് ഇട്ടിട്ടങ്ങ് ഇറക്കി വെച്ചു. കപ്പയ്ക്കല്ല, ഏത്തക്കായ്ക്ക് അരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങായും പിന്നെ വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക്, ശകലം ചെറിയ ഉള്ളി എല്ലാം കൂടെ വെച്ച് അരച്ചത് അത് പൊത്തി അവിടെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഒരു ആവി അങ്ങോട്ട് അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമായിട്ട് അരപ്പൊക്കെ പിടിച്ച് നല്ലപോലെ നന്നായിട്ട് അത് ഇളക്കുക. നല്ലപോലെ കുഴഞ്ഞ് നല്ലപോലെ കറിവേപ്പിലയുടെ മണമൊക്കെ ഉണ്ട് അതിനകത്ത്, കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി നല്ല കൊഴുത്ത മീൻകറി നല്ല ഇതും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്ന പോലെ എല്ലാവർക്കും ടാറ്റ. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.